ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കരുതൽ എന്ന സിനിമയുടെ കാസ്റ്റും ക്രൂവും ഒരു ഒറ്റ ടീമായിട്ട് വന്നേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ കരുതൽ എന്ന സിനിമ ഇങ്ങനെ റിലീസിനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സിനിമയെ പറ്റിയും ഇവിടുത്തെ ഇപ്പോൾ ചേട്ടൻ ചെയ്തതെന്നും ഇപ്പോൾ നിങ്ങളും ഒരു ഭാഗമായിട്ടുണ്ട് ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ പറയാമല്ലോ. ഓക്കെ, എൻ്റെ പേര് ജോമി ജോസ്, ഞാൻ സിനിമയുടെ ഡയറക്ടറാണ്. ഈ സിനിമ എന്ന് പറയുമ്പോൾ കരുതൽ, ആ പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കെയർ. അതായത് നമ്മളൊക്കെ ഏതൊരു ബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു ബേസിക് എന്ന് പറയുന്ന കരുതലാണ്. അതിപ്പോൾ ഒരു പേരൻസ് മക്കൾ ബന്ധമാണെങ്കിലും, കൂടാതെ ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, പിന്നെ കാമുകന്മാർ, സഹോദരങ്ങൾ, ആ എല്ലാ ബന്ധങ്ങളിലും ബേസിക്കായിട്ട് കരുതലാണ് വേണ്ടത്. അതാണ് ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഒരു ബന്ധം നിലനിൽക്കത്തില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു ജെന്യൂനിറ്റി ഇല്ല. അപ്പം അതെല്ലാം അങ്ങോട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ട്രൂ ഈവൻസ് ആണ്. കുറച്ച് നടന്ന സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു സിനിമയാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് യഥാർത്ഥ കരുതൽ എന്ന് പറയുന്നത്. നമ്മുടെ സുനിൽ ചേട്ടനും ഇതിന്റെ ഒരു ഭാഗമാണ്. ചേട്ടൻ എങ്ങനെയാണ്, ഏത് കഥാപാത്രത്തിലാണ് നമ്മളൊക്കെ? ഞാൻ ഈ കരുതൽ സിനിമ ജോമി പറഞ്ഞ പോലെ ഇത് വളരെ ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് സബ്ജക്ട് കൈകാര്യം ചെയ്യുന്നത്. ഇത് എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ട്, അപ്പോൾ ഇത് എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിൽ ഉണ്ടായ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് അതന്നെ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഭാവിയിലൊക്കെ അത് കാരണം ഇപ്പോൾ ഒരുപാട് പേരൻസ് മക്കളൊക്കെ വിദേശത്തും പുറത്തൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ദുഃഖമുണ്ട്. അതേപോലെ തന്നെ വേറെ അപകടമായ ഒരവസ്ഥയുണ്ട്. ഇതൊക്കെയാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ഈ സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ വളരെ എന്താ പറയുക, ഒരു മെസ്സേജൊക്കെ ചെയ്യുന്ന ഒരു സിനിമ തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയായിട്ടാണ് ഞാൻ സഹകരിക്കുന്നത് ജോമി കഥ പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രം വളരെ രസികനായിട്ടുള്ള നായികയുടെ അച്ഛനാണ് പ്രഹ്ലാദൻ നമ്പൂതിരി. കുറച്ച് കവിതയും കുറച്ച് സാഹിത്യവും കുറച്ച് ഒരുപാട് മടിയൊക്കെ ഉള്ള ഒരാൾ, നല്ല രസമുള്ളൊരു കഥാപാത്രമാണ്. പക്ഷേ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എൻ്റെ പേര് റോബിൻ എന്നാണ്, റോബിൻ സ്റ്റീഫൻ എന്നാണ് പേര്. എൻ്റെ സ്വദേശം വന്നിട്ട് രാമമംഗലമാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. ഞാൻ ശരിക്കും ഒരു പ്രവാസിയാണ്. ഇയർലി വന്നു പോകുന്ന ഒരു പ്രവാസ ജീവിതമാണ് ഒരു 10-13 വർഷമായിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ലീവിന് വന്നപ്പോൾ ജോമിയാണ് എന്നെ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വിളിച്ചു. അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, നമ്മൾ പണ്ട് പോലെ സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു താല്പര്യം തോന്നി, ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതായി. അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീടാണ് ഈ പറഞ്ഞ ഫിലിമിലേക്ക് ജോമി എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ജോമി എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്, ഈ പറഞ്ഞ പോലെ എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫസ്റ്റ് കസിനാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫിലിമിലേക്ക് വരുന്നത്. ഈ ഫിലിമിൽ ഇപ്പോൾ ചന്തു എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു നായകൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് ഈ ക്യാരക്ടർ വന്നിട്ട്. അങ്ങനെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടൈറ്റിലും ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ, ഇപ്പോൾ നേരത്തെ സുനിൽ ചേട്ടനും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, എത്രത്തോളം ട്രൂ ആണ് അങ്ങനെയുള്ള. അപ്പോൾ നമ്മുടെ സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഈ മൂവിയിൽ ഇങ്ങനെ എന്തൊക്കെ വരുന്നുണ്ട്? അതായത് നമ്മളിപ്പോൾ ഡെയിലി ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപകടകരമായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് എടുത്തു പറയുന്നില്ല, പ്രത്യേകിച്ച് ഇത്രയും പറയാം. നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ ഒരു 80% വീടുകൾ നോക്കിയാലും കാരണവന്മാർ തന്നെയുള്ളൂ. മക്കളൊക്കെ പല ആവശ്യങ്ങൾക്കായിട്ട്, ഒന്നെങ്കിൽ ജോലിക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ പഠന ആവശ്യങ്ങളൊക്കെ ആയിരിക്കും വിദേശത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ഒരു നാട്ടിലെ സാഹചര്യം അനുസരിച്ച് എല്ലാവരും വിദേശത്തേക്ക് പോകുന്ന കാശുണ്ടാക്കി അവരുടെ ജീവിതം ഒരു മുമ്പോട്ട് ഭദ്രമാക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ അതിനകത്തൊരു സാമ്പത്തിക നിലനിൽപ്പില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിദേശത്ത് പോകാതിരിക്കാനും വയ്യ. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, മക്കൾ വിദേശത്തിരുന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, മാതാപിതാക്കൾ തന്നെ ഇരുന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം കൂടെ നമ്മൾ കൂട്ടിയിണക്കിക്കൊണ്ട് അതിനെന്തൊരു സൊല്യൂഷനാണെന്നുള്ള കാര്യം, ആ ഒരു സൊല്യൂഷനാണ്
നമ്മൾ നമ്മുടെ രീതിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതൊരു ചോദ്യചിഹ്നമായിട്ടാണ്, ഒരു ഓപ്ഷൻ പോലെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് കാണുന്ന പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് അതിലേത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത്. നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും പറയാൻ ഓൾഡ് ഏജ് ഹോമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുന്നത്. അപ്പം അതിനൊരു പോസിറ്റീവ് വശങ്ങളും പറയുന്നുണ്ട്, നെഗറ്റീവ് വശങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ ഏത് വേണമെന്നുള്ളത് കാണുന്നവരാണ് തീരുമാനിക്കേണ്ടത്.